നമസ്കാരം. റൈഡർ70 ചാനൽ ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ ബ്രേക്ക് ഫ്ലൂയിഡ് മാറ്റുക എന്നുള്ളതാണ്. ഒറിജിനൽ ക്യാപ്പല്ല ഇതവർ അഡീഷണലായിട്ട് ഇട്ടിരിക്കുന്നതാണ്. ബ്രേക്ക് ഫ്ലൂയിഡ് മാറുന്ന ഒരു വീഡിയോ നമ്മളെ ചാനലിൽ കാണിച്ചിരുന്നു. ഫസ്റ്റിൽ വന്ന ഒരു 10,000 കിലോമീറ്ററിനകത്താണ് ആ ഓയിൽ മാറിയത്. ഇത് മാറിയിട്ട് കുറേ കാലമായി. അതിൽ വരുന്ന ഭവിഷ്യത്തെന്ന് പറയുമ്പോൾ ബ്രേക്ക് ഫ്ലൂയിഡ് കട്ടിയായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രാവിറ്റി കുറഞ്ഞ് അതിൽ ഇതായിട്ട് കട്ടയായിട്ട് അതിൻ്റെ മെറ്റീരിയലൊക്കെ ഇതിനകത്ത് അടിയാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ബ്രേക്ക് ഫെയിലാവും. പിന്നെ മാർച്ച് സിലിണ്ടറിന് കംപ്ലൈൻറ്റ് വരും. അപ്പോൾ നമ്മളൊരു 15,000 കിലോമീറ്ററിൽ കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ പോലും ഇത് മാറുന്നത് നന്നായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഇതിന് കാലിബറിൽ വല്ല ലീക്കോ എന്തെങ്കിലും ആകുമ്പോഴത്തേക്ക് മാത്രമേ ഈ ബ്രേക്ക് ഫ്ലൂയിഡ് നമുക്ക് മാറുന്നതിനെ പറ്റി തന്നെ നമ്മൾ ചിന്തിക്കുകയുള്ളൂ. പക്ഷേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണ് ബ്രേക്ക് ഫെയിലാവണമെന്ന് അതുപോലെ ബ്രേക്കിൻ്റെ മൊത്തമായിട്ടുള്ള ഇത് മാറേണ്ടി വരും. പക്ഷേ ഇതിനകത്ത് പിസ്റ്റനുണ്ട്, 2 പിസ്റ്റൺ വരും, 4 ഓറനും വരും. ഈ ബ്രേക്ക് ഫ്ലൂയിഡ് കംപ്ലൈൻറ്റ് ആയിക്കഴിഞ്ഞാൽ പിസ്റ്റനൊക്കെ അത് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു 15,000 കിലോമീറ്റർ വെച്ച് മാറുന്നതായിരിക്കും നല്ലത്. നമ്മൾ കമ്പനി സർവീസിന് കൊടുക്കുമ്പോഴത്തേക്ക് തന്നെ ബ്രേക്ക് ഫ്ലൂയിഡ് മാറാൻ പറഞ്ഞാൽ അവർ ഇത് എയറൊക്കെ എടുക്കുന്നതിന് അതുമല്ല അതിൻ്റെ പണി കൂടുതലായുണ്ട്, ഇറക്കം എടുക്കുന്നതിൻ്റെ പണിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് റീഫില്ല് ചെയ്ത് ടോപ്പപ്പ് ചെയ്ത് വിടുകയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഫ്ലൂയിഡ് നേരെ മാറാറില്ല. അപ്പോൾ നമുക്കിതിനെ കൂടുതൽ സമയം കളയണ്ട. ഇതിൻ്റെ 2 എൽക്കി ബോൾട്ടുണ്ട്, അഴിച്ചിട്ട് ഇതിനകത്തുനിന്ന് നമുക്ക് ഓയിൽ ചേഞ്ച് ചെയ്യാം. ഈ എൽക്കിയിട്ട് ഇതിനെ നമുക്ക് ഓപ്പൺ ചെയ്യാം. അതുപോലെ തന്നെ 2 സൈഡും ഓപ്പൺ ചെയ്യാം. ഇതിലെല്ലാം പഴയ ഫ്ലൂയിഡാണ്. കുറേ നാളായി ഇത് മാറിയിട്ട് ഒക്കെ കംപ്ലീറ്റ് അഴുക്കാണ്. ഇതെല്ലാം ക്ലീൻ ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാണ്ട് കുറേ നാളായി കേട്ടോ ഇത് മാറിയിട്ട്. അതുകൊണ്ട് ഇത് വരുന്നുണ്ട്. ഇതുപോലുള്ള ഇത് മാറിയില്ലെന്നുണ്ടെങ്കിൽ ഫ്ലൂയിഡ് ഇതാണ് ഇതിൻ്റെ കണ്ടീഷൻ. നമ്മളിത് കുറേ നാളായി കേട്ടോ മാറിയിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്തതിന് ശേഷം ഇതിൽ കൂടെ ടോപ്പപ്പ് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. ഇത് തന്നെ പച്ചവെള്ളത്തിൽ പോലും ഇത്ര ഇതില്ലാതെ ആയി കേട്ടോ. ഇതുപോലെ ഒരു സിറിഞ്ച് എടുത്തിട്ടുണ്ട്. സിറിഞ്ചെടുത്ത് ഇതിനെ ഈ ഓയിലിനെ ഈ ഫ്ലൂയിഡിനെ നമുക്ക് ഇതിലോട്ട് വലിച്ചിങ്ങനെ ഇടുക. കംപ്ലീറ്റ് ആയിട്ടും എടുത്തിട്ടുണ്ട്. ഫ്ലൂയിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്രയും ഇതായി കേട്ടോ. വെള്ളത്തിന് കുറച്ച് കട്ടിയുണ്ടെന്നാണ് തോന്നുന്നത്. ഇത് നന്നായിട്ട് ഇതിനകത്ത് ക്ലീൻ ചെയ്യാം കേട്ടോ. നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പ് പറയാം കേട്ടോ. ഇത് ചെയ്യേണ്ട വേറെ ഒന്നുമില്ല, സിമ്പിളാണ്. ഇത് ഇത്രയും എടുത്തിട്ട് ഇതേപോലെ ഒരു സിറിഞ്ച് ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് വലിച്ചിങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് ഇത് നമുക്ക് ക്ലീൻ ചെയ്തിട്ട് കാണിക്കാം. സ്ക്രൂ ഡ്രൈവർ എടുത്ത് ഇതുപോലെ ഒന്ന് ഇതിൻ്റെ ഈ പറ്റിയിരിക്കുന്ന പൊടി പറ്റിയിരിക്കുന്ന ഇതിൻ്റെ വേസ്റ്റെല്ലാം നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതുകൊണ്ടോ ഇതിനകം അതുപോലെ തന്നെ കംപ്ലീറ്റും ക്ലീൻ ചെയ്തെടുക്കുക. ഇതിനകം കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ നല്ലതായിട്ട് ക്ലീൻ ചെയ്തായിരുന്നു. 2 സൈഡും ഈ അകമെല്ലാം നല്ലതായിട്ട് ക്ലീൻ ചെയ്തായിരുന്നു. ഈ വണ്ടിയുടെ കക്ഷിയെ നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓടിക്കൊണ്ടിരുന്ന കക്ഷി അദ്ദേഹത്തിൻ്റെ ബ്രദറാണ് ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ നമ്മുടെ ഇടയിലില്ല, അദ്ദേഹം മരിച്ചു പോയായിരുന്നു. അപ്പോൾ കുറച്ച് നാൾ അതുകൊണ്ടാണ് ഈ വണ്ടി 2 വർഷക്കാലം ഈ വണ്ടി ഒതുങ്ങിയിരുന്നു. നോക്കാൻ ആരും ഇല്ലാത്ത സാഹചര്യം ആയതുകൊണ്ട് ഇത് ഒതുങ്ങിയിരുന്നു. പിന്നെ ഇപ്പോൾ ഉള്ള കക്ഷിയെന്ന് വെച്ചാൽ വെളിയിലായിരുന്നു. അയാൾ വന്നിട്ടാണ് ഇതിപ്പോൾ പണി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ കയ്യിൽ തന്നത്. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഓരോന്നും അദ്ദേഹം പറയാതെ തന്നെ ഓരോന്നും വളരെ കൃത്യമായിട്ട് ചെയ്ത് കൊടുക്കാം എന്നുള്ള ഒരിതാണ് കേട്ടോ. അതുകൊണ്ട് അദ്ദേഹത്തിന് കുറ്റം ആരും പറയില്ല. കഴിഞ്ഞ ഒരു വീഡിയോയിൽ കമൻറ്റ് വന്നായിരുന്നു, അതുകൊണ്ടാണ് ഇത് എടുത്ത് പറയാൻ കാര്യം. ഫ്ലൂയിഡ് എടുത്തിട്ടുണ്ട്. റോയൽ എൻഫീൽഡിൻ്റെ ഒറിജിനൽ പാർട്സാണ്. .4 ആണ്. അപ്പോൾ ഇതിന് 125 രൂപ MRP വരും.
അത് ഇതിൻ്റെ ഒരു കവറിങ് ഉണ്ട്, ഡസ്റ്റ് ഒന്നും കയറാതിരിക്കാനായിട്ട്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം. കംപ്ലീറ്റും അഴുക്കാണ് കേട്ടോ. ഈ ഫ്ലൂയിഡിൻ്റെ കാലാവധിയും കഴിഞ്ഞ് അതിൻ്റെ കംപ്ലീറ്റ് അതിൻ്റെ ഗ്രാവിറ്റി എല്ലാം നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതേ ട്യൂബ് തന്നെ എടുത്തിട്ടുണ്ട്. അതിൽ ഈ ഫ്ലൂയിഡ് ഇതിലൊന്നും ബോഡിയിലൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് സിറിഞ്ച് വെച്ച് നമുക്ക് വേണമെങ്കിൽ എയർ എടുക്കുകയും ചെയ്യാം. ആ കണ്ടീഷനിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യം നടക്കും. അതുകൊണ്ടാണ് ഇത് തന്നെ നമ്മൾ എടുത്തത്. അത് ഇതിന് 11-ാം നമ്പർ സ്പാൻഡറാണ്. സ്പാൻഡർ കൊടുത്തിട്ട് ഇത് നമ്മൾ ഇതിനകത്ത് കയറ്റി വയ്ക്കുക. ഇതിനൊന്ന് ലൂസ് ചെയ്യാം. നമുക്ക് ലൂസ് ചെയ്തപ്പോൾ കാണാൻ കഴിയും, ഫ്ലൂയിഡ് വരുന്നത് കാണാൻ കഴിയും. അവിടെ കുറയണമെന്ന്. ഇത് ഓപ്പൺ ചെയ്തപ്പോഴത്തേക്ക് പഴയ ഫ്ലൂയിഡ് വരുന്നുണ്ട്. അവിടെ കുറയും തോറും ഉണ്ട് ഇതിലുള്ള ആ പാട് കാണാനുണ്ട്. അതിനകത്തുള്ള അഴുക്കാണ് ഇത് വരുന്നത്. അതിനകത്തോട്ട് വീഴുകയാണ്. ഇതിൻ്റെ അഴുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാത്രം തന്നെ എടുത്തത്. ഇതിനകത്ത് എന്തുമാത്രം വേസ്റ്റ് ഉണ്ടെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മളിവിടെ കുറയും തോറും മേളിൽ നോക്കണം. ഇവിടെ കുറയുന്നുണ്ടോ എന്ന് നോക്കണം. ലേശം ഒന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എയർ വന്ന് ഇതിലോട്ട് കുറയും. ഇതാണ് ഇതിനകത്തുനിന്ന് പൈപ്പിനകത്ത് കംപ്ലീറ്റും ഈ ഓയിലാണ് ഇരിക്കുന്നത് കേട്ടോ. കുറയും തോറും എയർ കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വീണ്ടും നമ്മൾ ഈ റിസർവെയറിൽ ഫ്ലൂയിഡ് ഫില്ല് ചെയ്തായിരുന്നു. എന്നിട്ട് നമുക്കിത് ഇങ്ങനെ അപ്ലൈ ചെയ്യുക. ഇതിവിടെ അപ്ലൈ ചെയ്യും തോറും ഇവിടെ ഇങ്ങനെ ഇത് വന്നുകൊണ്ടിരിക്കും. ഉണ്ട്. ഇത് വണ്ടി എടുത്തിട്ട് ഒരിക്കൽ പോലും ഈ ഫ്ലൂയിഡ് മാറ്റിയിട്ടില്ലെന്നുള്ളതാണ് നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേട്ടോ. ഇതെടുത്തൊന്ന് എയർ ഇങ്ങനെ വലിച്ചാലും മതി കേട്ടോ. ഇത് നേരെ പഴയ ഫ്ലൂയിഡെല്ലാം ഇതിനകത്ത് വന്നോളൂ. കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം. കുറച്ചും കൂടെ ഇതിനെ നമുക്ക് മേളിൽ നിന്ന് വരുന്ന പ്യുവർ ഫ്ലൂയിഡ് വരുന്നത് വരെ നമുക്കിത് ചെയ്യേണ്ടിയുണ്ട്. എയറിൻ്റെ ബൗൾസ് എല്ലാം പോകണം. ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട്. നമ്മുടെ നല്ല ഫ്ലൂയിഡാണിത് വരുന്നത് കേട്ടോ. അതായത് ഇത്രയും ഇതിനകത്തിരുന്ന അഴുക്കും ഇതൊക്കെയാണ്. ഇതേപോലുള്ള വെള്ള ഫ്ലൂയിഡ് വരാനുള്ളതിന് എയർ ബൗൾസ് എല്ലാം ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമ്മളിതിനെ ടൈറ്റ് ചെയ്യുക. തീരുന്തോറും കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കുറച്ചൊന്ന് ടൈറ്റ് ചെയ്തു. ഇതിനകത്ത് എയറുണ്ട്. ഇങ്ങനെ ഒരു 3-4 പ്രാവശ്യം പിടിച്ചിട്ട് ഇതിനെ പ്രസ് ചെയ്ത് വയ്ക്കുക. ഇവിടെ നിന്ന് നമുക്ക് കുറച്ചൊന്ന് ലൂസ് ചെയ്യാം. ഫുൾ എയർ പോയി കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് വീണ്ടും ഇതുപോലെ തന്നെ 1-2 പ്രാവശ്യം ചെയ്യാം. വീണ്ടും എയർ ഇതിനെ വീണ്ടും ഓപ്പൺ ചെയ്യാം. ഇതിനകത്തുള്ള എയർ ബൗൾസ് ഉണ്ട്. കംപ്ലീറ്റും പോണത് വരെ നമുക്കിത് ഇങ്ങനെ ഒരു 3-4 പ്രാവശ്യം ചെയ്താൽ മതി. ഇതും ബൗൾസ് വരുന്നുണ്ട്. ഇതൊരു 10-15 പ്രാവശ്യം പിടിക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ടൈറ്റ് ആയിക്കോളും. ഒരു പ്രാവശ്യം കൂടെ ഇതൊന്ന് ലൂസാക്കിയിട്ട് ടൈറ്റ് ചെയ്യാം. നന്നായിട്ട് ഇതിനെ ടൈറ്റ് ചെയ്യണം. റിലീസ് ചെയ്ത് ഗ്യാപ്പും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മേളിലുള്ളതാണ്
കുറച്ചും കൂടെ എയർ ഇതിനകത്തുനിന്ന് വരാനുണ്ട്. ബൗൾസ് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ലിവർ നല്ല ടൈറ്റായിട്ടുണ്ട്. എയറെല്ലാം കംപ്ലീറ്റ് ആയിട്ട് പോയി. ഇത്രയും റിസർവറിൽ ഇത്രയും ഫ്ലൂയിഡേ പാടുള്ളൂ. ഇത് നിറഞ്ഞു നിൽക്കാൻ പാടില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഈ ഗ്യാപ്പ് ഇടുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ കളയേണ്ടി വരും. അപ്പോൾ ഇത്രയും ഗ്യാപ്പിൽ നമുക്കിത് ഒഴിക്കാനേ പാടുള്ളൂ. ഇവിടെ ഒരു മാർക്കുണ്ട്. ഇവിടെ ഈ മാർക്ക് അനുസരിച്ചാണ് ഇത് ഒഴിക്കുക. അപ്പോൾ ഇതിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാം. 4 നമ്പർ എൽക്കിയാണ്. ഇതിട്ട് 2 സൈഡും ഇതേപോലെ അങ്ങ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. പിടിച്ചോ, ഒന്നും കൂടെ പിടിച്ചോ. ഓക്കെ, ഫ്രണ്ട് ബാക്ക് ഫ്ലൂയിഡ് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. 15,000 കിലോമീറ്റർ ആകുമ്പോൾ എന്തായിരുന്നാലും തീർച്ചയായിട്ടും ഫ്ലൂയിഡ് ചേഞ്ച് ചെയ്യുക. കാലിബർ പിസ്റ്റനൊക്കെ കംപ്ലൈൻ്റ് ആവും. അതുകൊണ്ട് ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ നമ്മൾ ഇനിയും ഇടുന്ന ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ കഴിയും. ഓക്കെ, താങ്ക് യു.